ജനങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞില്ല. ഞാൻ എന്തിനാ അവിടെ പോയത് എനിക്കിപ്പോഴും എനിക്കറിയില്ല. ഞാൻ എന്തിനാ അവിടെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഴ്ച തന്നെ രഞ്ജിത്തിനെ പുറത്താക്കും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണുന്നവരെല്ലാം ചീത്ത വിളിക്കാം. എന്നേക്കാൾ മഹാന്മാരും മഹതികളുമാണ് ഇപ്പോഴും അവിടെ ഉള്ളതെന്നാണ്. എൻ്റെ അടുത്ത് രഞ്ജിത്ത് എൻ്റെ അടുത്തേക്ക് വരും ഇപ്പോഴോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എൻ്റെ അടുത്ത് ആദ്യമേ എൻ്റെ അടുത്ത് ഒരുക്കാൻ വന്ന ഒരു ചെറിയ സാധനം അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. അവര് ഇന്റർനാഷണൽ തരത്തിലുള്ള തെറികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളർത്തിവിട്ടതിനെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തിവിട്ടതിനെ പറഞ്ഞ പോലെ. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരെല്ലാം ഇങ്ങനെയാണോ? അയ്യോ, ജെൻസി പിള്ളേരൊന്നും ഇങ്ങനൊന്നും അല്ല. ജെൻസി കുട്ടികളൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള നല്ല. അപ്പൊ അങ്ങനെയുള്ളിടത്താണ് ഈ കീടം വന്നിട്ട് അവിടെ നിന്നിട്ട് ഇതിൽ എത്രയോ അവിടെ അവർ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പല ടാസ്ക് പറ്റിയിട്ടില്ല. ബസർ ടു ബസർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ബസർ കാണുന്നവനെ തെരുവിളിക്കൽ മാത്രമാണ് ബിഗ് ബോസ് എന്നെങ്കിൽ ഇനി അടുത്ത വർഷം ചിലപ്പോൾ വെട്ടുകത്തി എടുത്ത് വെട്ടാനും സാധ്യതയുണ്ട്. ചിലത് കാണുമ്പോഴേ ഇപ്പൊ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇറക്കി വിട്ടത് കൊണ്ട് ഇരുന്ന് മനോരോഗം കൊണ്ടിരുന്ന് പറയുകയാണെന്ന് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നി. ജയിച്ചതുമില്ല, തോറ്റതുമില്ല, പെട്ടിയായിട്ടെങ്കിൽ വന്നതാ, പെട്ടിയും വെച്ചോണ്ട് ഇവിടെ ഇരിക്കുക. ബിഗ് ബോസിൽ ശരിക്കും നമ്മളും വിചാരിച്ചു രഞ്ജിത്തേട്ടൻ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് പുറത്തു പോകേണ്ടിയിരുന്ന ഒരാളായിരുന്നില്ല. കാരണം ഭയങ്കര വണ്ടടിച്ചു പെട്ടെന്ന് രഞ്ജിത്തേട്ടന്റെ പേര് പറഞ്ഞപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ എവിക്ഷനിൽ. സീരിയൽ നിലവിൽ കയ്യിലില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ബിഗ് ബോസ് വന്നു. ഞാൻ വിചാരിച്ചു അത് എനിക്ക് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ അവിടെ പോയി എന്താണ് ഞാൻ ആരാണ് എന്ന് പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പെട്ടി എടുത്തോണ്ട് തിരിച്ചു വരേണ്ടി വന്നു. ആ പെട്ടിയൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു വിഷമമാണ് ഉള്ളത് അല്ലെ? ഒന്നും പറയാൻ പറ്റില്ല. മുൻഷി രഞ്ജിത്ത് ആരാണെന്ന് ജനങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞില്ല. ഞാൻ എന്തിനാ അവിടെ പോയത് എനിക്കിപ്പോഴും എനിക്കറിയില്ല. ഞാൻ എന്തിനാ അവിടെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ശരിക്കും ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ ആഴ്ചത്തെ ആഴ്ച തന്നെ രഞ്ജിത്തിനെ പുറത്താക്കും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണുന്നവരെല്ലാം ചീത്ത വിളിക്കാം. അപ്പൊ ഞാൻ ആക്ച്വലി രഞ്ജിത്തിന്റെ ബേസിക് സ്വഭാവം മറന്നിട്ട് ഇത് ആദ്യത്തെ ആഴ്ച കാരണം അവിടുത്തെ ഒരു ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരേണ്ട ഒരാളല്ല എന്നുള്ളൊരു ബോധം എനിക്കുള്ളത്. അത് അമിത ആത്മവിശ്വാസമായി പോയതായിരിക്കും എനിക്ക് പിന്നീട് മനസ്സിലാകുന്നത്. എന്നേക്കാൾ മഹാന്മാരും മഹതികളുമാണ് ഇപ്പോഴും അവിടെ ഉള്ളതെന്നാണ് നമ്മൾ കരുതേണ്ടത് അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ പുറത്തു പോയത്. ആദ്യം തന്നെ ബിഗ് ബോസിലേക്ക് വരുവാണെങ്കിൽ അപ്പൊ ഉണ്ടായ ഒരു മൊമെന്റ് എന്തായിരുന്നു? അങ്ങനെയല്ല, ആ പേര് പറഞ്ഞപ്പോ രഞ്ജിത്ത് എന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം രഞ്ജിത്ത് എന്റെ അടുത്തേക്ക് വരും ഇപ്പോഴോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കാരണം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊരു എന്നെ വിളിക്കുമെന്ന്. ഞാൻ അത് തൊട്ടുമുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു രഞ്ജിത്ത് എന്താ തോന്നുന്നത്. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇവിടെ വളരെ ആക്റ്റീവായിട്ടും വളരെ സജീവമായിട്ടും നിന്ന് ഞാൻ ഇടപെടാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് അത് കഴിഞ്ഞൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്. വേറെ 1-2 പേരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് രഞ്ജിത്ത് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ എനിക്ക് കണ്ണും മൂക്കൊന്നും കാണാമല്ലോ, ഒറ്റ പോക്കാണ്. അവിടെ അല്പസമയം നിൽക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ആരിന്റെ ഷൂ ആണ് ഞാൻ ആ സമയത്ത് എടുത്തിരുന്നത്. കാരണം എനിക്ക് ഷൂ തന്നില്ല, എന്റെ ഷൂ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പകരം ഇതിന്റെ കൂടെ ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും അല്ലേ, ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ ഷൂ എടുത്തിട്ടിരുന്നത്. അപ്പൊ പിന്നെ ഷൂ വന്നപ്പോ പിന്നെ വിചാരിച്ചു ഇത് തന്നെ കിടക്കട്ടെ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞങ്ങ് ഊരാൻ മതിയല്ലോ. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് അത്രയും സമയം. ഇല്ലെങ്കിൽ നേരെ ഓടി ഗേറ്റിന്റെ അടുത്ത് വരും, ആരെയും കാണുകയും കേൾക്കുകയൊന്നുമില്ല. എനിക്കത് പറ്റില്ലായിരുന്നു. പിന്നെ അതിന്റെ അതൊരു പ്രധാന പോയിന്റ് ആണ്. അത് ഞാൻ എല്ലാരും കുറച്ചുപേരില്ലേ പിന്നെ കരഞ്ഞു പോകും ആൾക്കാർ പറഞ്ഞാന്ന് വെച്ചാൽ ആരോടും മിണ്ടാതെ പോയതും കുറെ ആൾക്കാർ എടുത്തു പറഞ്ഞു. അവർ നെഗറ്റീവായിട്ട് പറഞ്ഞു അയാൾക്ക് ഈഗോയിസ്റ്റിക് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? ആദ്യത്തെ ഷോക്കുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പേഴ്സണലി അടുപ്പമുള്ള എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ സഹകരിക്കുന്നു. ഇപ്പോൾ വളരെ അത്ര അടുപ്പം ഇല്ലാത്ത വിൻഷ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പോലും നമുക്ക് ഇമോഷണൽ ആവും. ഞാൻ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വിങ്ങിപ്പൊട്ടി പോകും. കാരണം അവിടെ വലിയ കർക്കശക്കാരനായിട്ട് കർക്കശക്കാരൻ എന്നുള്ള ഇമേജിലാണ് ഞാൻ അവിടെ കയറുന്നത്. അത് പെട്ടെന്ന് പോകും. എനിക്ക് ആരുടെ കണ്ണിൽ നോക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് വെളിയിൽ ഇറങ്ങാന്നുള്ളത് മാത്രമായിരുന്നു. അതാണ് ഞാൻ ചാടി വെളിയിൽ ഇറങ്ങിയത്. പക്ഷെ അതെന്താ വെച്ചാൽ കുറച്ചുകൂടി ദിവസവും കൂടി ഇവിടെ നിൽക്കേണ്ടതായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഇപ്പം ഒന്നും ആക്റ്റീവ് ആവാത്തവർ അവിടെ നിൽക്കുന്നു, പിന്നീട് നല്ല ആക്റ്റീവ് ആവുന്നു നമ്മൾ വിചാരിക്കുന്നവർ പുറത്തു പോകുന്നു. അതെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ബിഗ് ബോസ് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. വേറെ ഒന്നുമല്ല അതിനകത്ത്. ആ ഷോ ചർച്ച ചെയ്യപ്പെടുക, ഷോയാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത്. അതെ, അപ്പൊ അതിനകത്ത് രഞ്ജിത്ത് അല്ലെങ്കിൽ വേറെ ഒരാൾ ഒന്നും അവിടെ ഘടകമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് അത് ചർച്ച ചെയ്യപ്പെടുക, അത് ഏത് തരത്തിലാണെങ്കിലും അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ അതിനകത്ത് നിൽക്കുന്ന ചിലര് സംസാരിക്കുന്ന ഭാഷയൊന്നും എനിക്കൊരിക്കലും അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. എന്നെ ആദ്യമേ
എൻ്റെ അടുത്ത് ആദ്യമേ എൻ്റെ അടുത്ത് ഒരുക്കാൻ വന്ന ഒരു ചെറിയ സാധനം അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. റെന ഫാത്തിമ. അവർ ഇന്റർനാഷണൽ തരത്തിലുള്ള തെറികളാണ് പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്നാണ്. തെറികളെന്നല്ല, മോശം വാക്കുകളാണ് പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ചീവീടിനെ എല്ലാരും പറയുന്നത് ചീവീടിനെ പോലെ ഇങ്ങനെ. ചീവീടെന്ന് ഞാൻ ആദ്യം പ്രയോഗിച്ച ഭാഷ ഞാനാണ് ചീവീടെന്ന് വിളിച്ചത്. സംസാരിക്കും. പിന്നെ കുണ്ടുകുലുക്കി പക്ഷി എന്ന് പറയും. നമ്മുടെ നാട്ടിലേക്ക് ഒരു പക്ഷിയുണ്ട്, കുണ്ടികുലുക്കി പക്ഷി നമ്മൾ പറയും. കുരുവി പോലെ ഇരിക്കും, ഇങ്ങനെ മരക്കൊമ്പലിരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങി ഇരിക്കും. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ ചെന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സാധനം. എന്തെങ്കിലും ഒരു ബോധമുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ, വളരെ മ്ലേച്ഛമായ സംസാരമേ ഉള്ളൂ. എന്നിട്ട് വലിയ മൂത്തുമ്മയാണെന്നുള്ള രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. പ്രായത്തിന്റെ പേരിലാണ് പറഞ്ഞേക്കുന്നത്. വലിയ അതല്ല, പ്രായത്തിന്റെ പേരിൽ ഒരു സെർലാക്ക് എന്നൊക്കെ പേരൊക്കെ ഇട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രായത്തിന്റെ പേര് പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പരാതികള്. അവിടെ അവിടെ കാണിക്കുന്നതെല്ലാം പ്രായത്തിന്റെ അതേ ഉള്ളൂ. ഇപ്പൊ ഇരുന്നിട്ട് വലിയ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നതാന്ന് തോന്നുന്നു. ഈ മോശ പദപ്രയോഗങ്ങളിലൂടെ ഞാനും വലിയ ആളാണ്, കുട്ടിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഒന്നുമില്ല. ഒരു റെസ്പെക്ട്, അങ്ങനെയല്ല, ഒരു റെസ്പെക്ട്, നമ്മളൊരു റെസ്പെക്ട് കൊടുക്കുക. നമ്മൾ കേട്ടില്ല ഇടയ്ക്ക് ഇപ്പോഴേ പറയുന്ന കേട്ടു. അനുമോള് ചോദിച്ചു, അച്ഛനെ അങ്ങനെയാണെങ്കിൽ എടാന്നൊക്കെ വിളിക്കൂ. അച്ഛന് എന്നെ എടിയെന്ന് വിളിച്ചാൽ അച്ഛനെ എടാന്ന് വിളിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ടെന്ന്. അങ്ങനെ വളർത്തി വിട്ടതിനെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തി വിട്ടതിനെ പറഞ്ഞ പോരെ. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരെല്ലാം ഇങ്ങനെയാണോ? അയ്യോ, ജെൻസി പിള്ളേരൊന്നും ഇങ്ങനൊന്നും അല്ല. ജെൻസി കുട്ടികളൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള, നല്ല റെസ്പെക്ട് കൊടുക്കാൻ കഴിയുന്ന, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല നമ്മളെ അമ്പരപ്പിക്കുന്ന കാഴ്ചപ്പാടുകളുള്ള ജെൻസി കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അത് ഇത്രയും 19 വയസ്സൊന്നും വേണ്ട, 14-15 വയസ്സുള്ള പിള്ളേരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇത് മറ്റുള്ള കുട്ടികൾക്കുള്ള പേര് ദോഷം. എല്ലാ ജെൻസി കുട്ടികളും ഇതുപോലാണോ? അല്ലല്ല, ഒരിക്കലും. അങ്ങനെയല്ല. അവർക്കിപ്പോ വെച്ചാൽ ടെക്നോളജിയെ കുറിച്ചായാലും ഒരുപാട് ആശയങ്ങൾ ഉള്ളവരാണ് ജെൻസി, ന്യൂജൻ കുട്ടികൾ. തീർച്ചയായിട്ടും. പുതിയ കാര്യങ്ങൾ ഒരുപാട് അറിയാന്ന്. ഇപ്പൊ ഞാൻ തമാശയ്ക്ക് ഇടയ്ക്ക് പറയും, പണ്ട് വീട്ടിൽ അച്ഛൻ ഒരു റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അലമാരയുടെ മേളിൽ എടുത്ത് വെച്ചിട്ട് പറയും, ആരും തുടരുത്. കാരണം നമുക്ക് അന്ന് അറിഞ്ഞൂടാ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ. ഇപ്പൊ പുള്ളിക്ക് അറിയാവുള്ളൂ. അപ്പൊ പുള്ളി ഓണാക്കും, പുള്ളി ഓഫാക്കും. അത് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ കുടുംബമൊക്കെ ആയി. അപ്പൊ ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ മോൻ വാങ്ങിച്ചിട്ട് പറയും, അച്ഛൻ ഇങ്ങനെ, അത് അച്ഛൻ അറിഞ്ഞൂടാ, പുള്ളിയാണ് അത് എല്ലാം ശരിയാക്കി തരുന്നത്. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ പിള്ളേര് എന്റെ അച്ഛനേക്കാളും മിടുക്കനാണ്. അവര് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ളിടത്താണ് ഈ കീടം വന്നിട്ട് അവിടെ നിന്നിട്ട് ഇതൊരു എനിക്കറിഞ്ഞൂടാ. രഞ്ജിത്തേട്ടനെയാണ് കൂടുതലായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നത്. എന്നെയാണ്, എന്റെ അടുത്താണ് ആദ്യം വന്നത്. പക്ഷെ എനിക്കതൊരു ഇരയല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി വിടുമായിരുന്നു. ഞാൻ ഒരിക്കലും അതിൻ്റെ അടുത്ത് ആ ഏരിയയിലോട്ട് പോയിട്ടില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്ന തരത്തിലുണ്ടോ. ബിഗ് ബോസിന്റെ സ്വഭാവത്തിലാണ് അവിടെ ചെന്നിട്ട് ആദ്യമേ അവിടെ ചീത്ത വിളിച്ചങ്ങ് തുടങ്ങുക എന്നുള്ളേ ഉള്ളൂ പ്രധാനം. പക്ഷേ ബിഗ് ബോസിനപ്പുറം എന്റെ വ്യക്തിത്വം, എന്നെ ബിഗ് ബോസിൽ വന്നാൽ ചീത്ത വിളിച്ചാൽ മാത്രമേ സ്റ്റാർ. അവർ 20 പേര് വന്നാൽ 20 പേരും ചീത്ത വിളിച്ചാൽ എന്തായിരിക്കും? ബിഗ് ബോസിന് 20 പേരുടെ ചീത്ത വിളിയാണ് പ്രധാനമായിട്ട് അവിടെ വേണ്ടത്. അത് ഈ ചീത്ത വിളിക്കുന്ന 20 പേർക്ക് ഒരു ട്രോഫി കൊടുത്തു വിടും. എന്റെ സ്വഭാവം ഇതാണെന്ന് ഞാൻ കാണുന്നവരെല്ലാരെയും നേരിട്ട് കാണുന്ന നിമിഷം അതേ നിമിഷം തെറി വിളിക്കുകയില്ല എന്ന് ഇത്രയും കാലം എന്നെ ഇന്റർവ്യൂ ചെയ്ത, എന്നെ പഠിച്ച അവർക്കറിയാം. റിയലായി നിന്നത് കൊണ്ടാണ്. മറ്റുള്ളവരൊക്കെ ഫേക്ക്, ചിലപ്പോ ഫേക്ക് ആയിരിക്കും, അല്ലെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. റിയലായി നിന്നത് കൊണ്ടായിരിക്കും പെട്ടെന്ന് വന്നത്. ഞാൻ റിയലായിട്ടേ നിന്നിട്ടുള്ളൂ. എനിക്ക് റിയലായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. എന്നാൽ അന്യായമായ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ എവിടെ ന്യായമായിട്ട് ഇടപെടണം എന്ന് തോന്നിയെടുത്തൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുമുണ്ട്. ആ ഇടപെട്ടതൊന്നും നിർഭാഗ്യവശാൽ ആരും കണ്ടതുമില്ല. അപ്പൊ പിന്നെ നോമിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞാൽ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ രഞ്ജിത്തേട്ടനാണ് പറയുന്നത്, ഞാൻ അത്രയും ആക്റ്റീവ് ആയിട്ട് തന്നെ നിന്ന് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അപ്പൊ അപ്പൊ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ഗെയിം പുറത്തെടുക്കാം? അങ്ങനെ പുറത്തെടുക്കൽ ഗെയിം അല്ല അവിടെ ഉള്ളത്. അവിടെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഏത് തരത്തിൽ അതിനെ വിശകലനം ചെയ്ത് അതിന്റെ മേൽ തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളതാണ് ഇവിടെ ഗെയിം. അല്ലാണ്ട് രാവിലെ നമുക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് ചിലരെ ഇങ്ങനെ ഇരുന്നിട്ട് അനുമോൾക്കിട്ട് 2 കൊട്ട് കൊടുത്താലോ, അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് രേണുസുതി എവിടെ കിടക്കുന്നു അവളുടെ തോളയിൽ നിന്ന് കയറിയാലോ, അങ്ങനെ ചെയ്യുന്ന ഗെയിം ആണെങ്കിൽ അത് നല്ലത്, അവരുടെ മിടുക്ക്. ആ ഗെയിം എൻ്റെ കയ്യിലില്ല. അങ്ങനത്തെ ഒരു ഗെയിം കളിക്കാനുള്ള ആളുമല്ല ഞാൻ. പക്ഷേ അവിടെ ഒരു വീടാകുമ്പോൾ കുറെ പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന നന്മതിന്മകൾ വേർതിരിക്കാനും അവിടെ മറ്റ് ചില സംഘർഷങ്ങൾ കാര്യമായി ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുന്ന. പിന്നെ ഇത് മാത്രമല്ലല്ലോ, ബിഗ് ബോസ് എത്രയോ ടാസ്കുകളും ഗെയിമുകളും തരും. എത്രയോ അവിടെ അവർ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പല ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ബസർ ടു ബസർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ബസർ കഴിച്ചു കഴിഞ്ഞാലും പിന്നെ അവർ
എൻഡ് ബസർ കഴിഞ്ഞാലും അവർ പിന്നെ അതിനകത്താണ്. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോയിട്ടില്ല. ഇപ്പൊ പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത് അവർ ക്യാൻസൽ ചെയ്തു. അത് സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ എങ്ങനെ ആ ടാസ്കിനെ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും കൂടെ ചേർത്ത് വേണമല്ലോ അവിടെ പോകാൻ. അല്ലാതെ കാണുന്നവനെ തെറിവിളിക്കൽ മാത്രമാണ് ബിഗ് ബോസ് എന്നെങ്കിൽ ഇനി അടുത്ത വർഷം ചിലപ്പോൾ വെട്ടുകത്തി എടുത്ത് വെട്ടാനും സാധ്യതയുണ്ട്. അതും നമ്മൾ കാണണം. ഇപ്പൊ മൗത്ത് ഗെയിം ആയിട്ടാ മാറുന്നതെന്ന് ഒരു ആക്ഷേപമുണ്ട്. മൈൻഡ് ഗെയിം മാറി ഞാൻ തന്നെ പറഞ്ഞത് മൗത്ത് ഗെയിം ആയിട്ടാണ്. ഇപ്പൊ ആദ്യം അങ്ങനെയായിരുന്നു, ഇപ്പൊ കുറച്ച് മാറുന്നുണ്ട്. അല്ല, അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആണെന്ന് പിന്നെയും മൈൻഡ് ഗെയിം കളിക്കുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. അല്ല, അനീഷാണ് മൗത്ത് ഗെയിം കളിച്ചത്. അനീഷിന്റെ മൗത്ത് ഗെയിം ആയിരുന്നു ആദ്യത്തെ ആഴ്ച ഉണ്ടായിരുന്നത്. അത് പക്ഷേ പുള്ളി കളം കയ്യിലെടുക്കാൻ പുള്ളിക്ക് അത് പ്രയോജനപ്പെട്ടു. കാരണം പുള്ളി ഒരു പ്ലാനിലാണ് വന്നത്, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കൂടുതൽ ആൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എത്ര നാൾ കൊണ്ടുപോകും? കാണുന്നവരുടെ അടുത്ത് തെറിവിളിച്ച് എത്ര നാൾ നിൽക്കാൻ പറ്റും? അപ്പം അതിനെ മാറ്റാൻ വേണ്ടി ബിഗ് ബോസും ഓരോ ഗെയിമുകളും ടാസ്കുകളും ഒക്കെ കൊടുത്തിട്ട് അതിന് മാറ്റുന്നുണ്ട്. മാറ്റി താളം വേറൊരു താളത്തിലേക്കാണ് ഇപ്പൊ ബിഗ് ബോസ് പോകുന്നത്. ആ പോകുന്ന താളത്തിലാണ് അനീഷിന്റെ തെറിവിളി കുറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരുടെ തെറിവിളികൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. എല്ലാവരും തെറിവിളിക്കും. ഇനി ഇതിനേക്കാൾ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. അതെ അതെ, ഇപ്പം തെറിവിളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാണിംഗ് കൊടുക്കുന്നു. അനീഷ് വാണിംഗ് കൊടുക്കുന്നതിനകത്തൊന്നും കാര്യമില്ല കേട്ടോ. വാണിംഗ് കൊടുക്കുന്നത് ഇനിയും ചെയ്തോളൂ എന്നുള്ളതിന്റെ ഒരു പിന്നെ പ്രോത്സാഹനമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ വിളിച്ച് വീക്കെൻഡിൽ ലാൽ സാർ വന്നിട്ട് പറയും, എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ദേഷ്യം കൺട്രോൾ ചെയ്യണ്ടേ നിങ്ങൾ? അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന് നിൽക്കുന്നത്. അത് കൺട്രോൾ എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ മേപ്പെട്ടു. ദേഷ്യം കൺട്രോൾ ചെയ്ത് ഒരാഴ്ച നിന്നവർ തന്നെ ഒരാഴ്ചക്ക് മുമ്പേ പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ അതിനകത്ത് കഥയില്ല, ചെയ്തോളുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ പറയും നിങ്ങൾ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയും. നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും മോശം പദപ്രയോഗങ്ങൾ നടത്താം. എങ്കിൽ അങ്ങനെ പറഞ്ഞാലല്ലേ ഇത് ചർച്ച ചെയ്യുള്ളൂ. ഇപ്പൊ അവരങ്ങനെ ഒരു ചൈനീസ് ഭാഷ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ഇല്ല. അപ്പൊ എന്തെങ്കിലും അവര് ചൈനയോ മെക്സിക്കനോ ലെബനീസിലോ ഏതെങ്കിലും ഒക്കെ ചെറിയ വിളിക്കട്ടെ, നമ്മൾ അതിന്റെയൊക്കെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കട്ടെ, അവര് ഗൂഗിളിൽ തപ്പട്ടെ. അത് മാത്രല്ല, മേക്കപ്പിന്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് തവണ വാണിംഗ് കൊടുത്തായിരുന്നു. മേക്കപ്പ് ഒക്കെ പെൺപിള്ളേരുടെ ചില വീക്ക്നെസ് ആണ്. അതിനകത്ത് നമ്മൾ കൂടുതൽ അത് ഇല്ലാതെ ഇപ്പൊ തന്നെ ബിൻഷയ്ക്ക് എന്തെങ്കിലും മേക്കപ്പിൽ ഒരു കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കുറയില്ലേ ഇവിടെ വന്നിരിക്കുമ്പോ? അത്ര മേക്കപ്പ് ഒന്നുമില്ല, കുറച്ചല്ലേ. എന്തെങ്കിലും നമ്മൾ മേക്കപ്പ് എന്നും ഇടുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ് മേക്കപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ മിനിമം ലിപ്സ്റ്റിക് എങ്കിലും ആവാം. അതെ, ലിപ്സ്റ്റിക് എങ്കിലും ഇടണം. അതെ, അപ്പോൾ അതില്ലാതെ വരുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം കുറവുണ്ട്. അതിന് അവരെന്തെങ്കിലും കള്ളത്തരവ് കാണിച്ച് ഒപ്പിച്ചൊക്കെ വയ്ക്കും. ഞാൻ ഗിസല് ലിപ്സ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കാരണം ടിഷ്യൂ പേപ്പറിനകത്ത് ലിപ്സ്റ്റിക് ഇങ്ങനെ തോണ്ടി വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചുണ്ടിൽ തുടച്ച് നടന്നുണ്ട്. ഞാൻ കണ്ടതാണത്. ജിസയിലൊന്നും അങ്ങനെ ഇല്ലാതെ നിൽക്കാനേ പറ്റില്ല. അവരൊരു മോഡലല്ലേ, അവരെ പ്രസന്റ് ചെയ്യുന്ന അങ്ങനെയല്ലേ അവരെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് കൊണ്ടാണ്. അതൊന്നും സീരിയസ് കുറ്റം, അവിടെ ഭീകര കുറ്റമാണോ? മോശം തെറിപ്രയോഗങ്ങൾ നടത്തുന്ന വെച്ച് നോക്കുമ്പോഴത്തേ അത് മോശമാണോ? അതെ അതെ. രഞ്ജിത്തേട്ടൻ ഇപ്പം ബിഗ് ബോസ് കാണാറുണ്ടോ? ഇപ്പോൾ കാണാറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് കാണാൻ തോന്നുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ചിലത് കാണുമ്പോഴേ ഇപ്പം ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. അത് നമ്മളെ അസ്വസ്ഥനാക്കും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയകൾ, എൻ്റെ പേഴ്സണൽ ലൈഫ് സ്റ്റോറി പറയുന്നത്, ചില പെർഫോമൻസ്, ഡിബേറ്റുകൾ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഏരിയ ആയിട്ട് ഞാൻ കണ്ടിരുന്നത്. ആ ഏരിയയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വെറും ഫിസിക്കൽ ടാസ്ക് 1-2 ടാസ്കുകളെ നടന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ പുറത്തു പോകേണ്ടി വന്നില്ലേ. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ട് ഇരുന്ന് മനോരോഗം കൊണ്ടിരുന്ന് പറയുകയാണെന്ന് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അവരെന്തെങ്കിലും തോന്നിക്കോട്ടെ. എന്നെ അറിയാവുന്നവരൊരിക്കലും അങ്ങനെ പറയത്തില്ല. ഈ തോന്നുന്നവരും കമന്റ് ഇടുന്നവരും എന്നെ അറിയാത്തവരാണ്, എവിടെയോ ഇരുന്ന് പറയുന്നവരാണ്. അതൊന്നും എന്നെ ബാധിക്കാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഷോ കാണാൻ എനിക്ക് ഒരു മാനസിക വിഷമമുണ്ട്. കാരണം ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നും. അത് ചില കാര്യങ്ങളൊക്കെ പറയും. ഇത് ഞാനിപ്പോൾ ഈ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഞാനത് അകത്തായിരുന്നെങ്കിൽ പറയുമായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തിരുന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ടുള്ള പറച്ചില്ലല്ല. അകത്തായിരുന്നെങ്കിൽ അങ്ങനെ ഈ കാര്യങ്ങൾ അവിടെ അകത്തിരുന്ന് പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കെതിരെ ഒരു പരാതി മറ്റേവർ പറഞ്ഞല്ലോ, മലയാള സാർ പറഞ്ഞല്ലോ, രഞ്ജിത്ത് എന്താണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതി എന്ന് ചോദിച്ചപ്പോൾ അത് രഞ്ജിത്ത് ഏട്ടന് ഭയങ്കര ദേഷ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ഏതെങ്കിലും എപ്പിസോഡിൽ കണ്ടോ? ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടല്ലേ അവർ പറഞ്ഞത്. അവര് കണ്ടിട്ടുണ്ട്.
അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പുറത്തും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിടത്ത് തമാശ പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കേണ്ടത് സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ സ്കില്ല് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നിർഭാഗ്യവശാൽ എവിടെ കാരണം സമയപരിമിതി ആയിരിക്കാം, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന അൾട്ടിമേറ്റ് ഷോ ആണ് പ്രധാനം. നമ്മൾ ആദ്യം ഇപ്പോൾ ഒരുപാട് നടിമാരുണ്ട്, അതിൽ രഞ്ജിത്തേട്ടനെ സെലക്ട് ചെയ്തല്ലോ. ആ സെലക്ട് ചെയ്തത് അത് ഞാൻ നേരത്തെ ചോദിക്കാൻ വിചാരിച്ചു. അപ്പോൾ സെലക്ട് ചെയ്തത് എപ്പോഴായിരുന്നു? ഇതിന്റെ പ്രോസസ്സൊക്കെ നടന്നത്? ഇത് ആദ്യമായിട്ടല്ല എന്നെ സെലക്ട് ചെയ്യുന്നത്. എന്നെ 5ാമത്തെ സീസണിൽ സെലക്ട് ചെയ്യപ്പെട്ടതാണ്. ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ഒഴിവാക്കപ്പെടുന്നത്. 6ാമത്തെ സീസണിലും വൈൽഡ് കാർഡിലും എന്നെ വിളിച്ചു. എൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതാണ്. അപ്പോഴും സംഭവിച്ചില്ല. ഈ 7ാമത്തെ സീസണിലാണ് അവസാനം ഇത് സംഭവിക്കുന്നത്. അത് ഒരു 1.5 മാസത്തെ ഒരു പ്രോസസ്, 1.5 അല്ല അതിൽ കൂടെ ഉണ്ട്. അപ്പൊ അന്ന് തൊട്ട്, അപ്പൊ അന്ന് 5ാമത്തെ സീസണിലൊക്കെ വിളിച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അന്ന് തൊട്ട് ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അങ്ങനെ തയ്യാറെടുപ്പിൽ വന്ന എന്തെങ്കിലും ഒരു പാകപ്പിഴയാണോ ശരിക്കും പറഞ്ഞ? അല്ല, എനിക്ക് പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടാവും. പാകപ്പിഴ ഉണ്ടായില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. പാകപ്പിഴ എന്താണ് എനിക്ക് പറ്റിയത്? ഞാൻ അപ്പം ചെന്ന് കയറിയ നിമിഷം മുതൽ എന്താടാ നീ ഇവിടെ ഇരിക്കുന്നത്, എന്താ നീ ചരിഞ്ഞിരിക്കുന്നത്, നിവർന്നിരിക്കാത്ത എന്താടാന്ന് ചോദിച്ച് ആളെടുത്ത് വഴക്കുണ്ടാക്കിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പാകപ്പിഴയും എൻ്റെ ഭാഗത്ത് വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രഞ്ജിത്തിനെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ അത്ര അങ്ങോട്ട് അഗ്രസീവായിട്ടുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. തെറ്റ് കണ്ടാൽ നമ്മൾ ഇടപെടുമെന്നുള്ളതല്ലാതെ മനഃപൂർവ്വം തെറ്റുണ്ടാക്കി പിന്നെ അതിനകത്ത് ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി എവിടെയെങ്കിലും ഇട്ട് ഒരു കുഞ്ഞിനെ ഒന്ന് നുള്ളിയിട്ട് പിന്നെ കരയുന്നതിനെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ അവന് മിഠായി കൊടുത്തിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് പോകുന്നില്ല. കരഞ്ഞാൽ നമ്മൾ അതിനൊരു പരിഹാരം കാണാം എന്നുള്ളതല്ലാതെ ഞാൻ അവിടെ നുള്ളിയിട്ട് കരയിപ്പിച്ച് പിന്നെ അത് ഇഷ്യൂ ഉണ്ടാക്കി അങ്ങനെ പോയില്ല. അപ്പം ബിഗ് ബോസ് ഇപ്പൊ കുറെ ആഴ്ചകൾ കഴിഞ്ഞല്ലോ, അപ്പൊ ആ ദിവസം തന്നെ ഔട്ടായത് നന്നായി എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നത് ഞാൻ ഒരു നീതികേടാവും. കാരണം ഇപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ശരിക്കും ആളുകൾ പറയും അത് പുറകെ പോയതിന്റെ. നന്നായി എന്നൊന്നുമില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടത് തന്നെയായിരുന്നു. നിൽക്കേണ്ടതാണെങ്കിൽ ഈ പറയുന്ന പല മോശം പ്രവർത്തികളിലും എനിക്ക് ശക്തമായിട്ട് ഇടപെടാൻ കഴിയുമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് അത് അകത്ത് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. നന്നായെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം 100 ദിവസം നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. അതിന് ഏത് സാഹചര്യമാണേലും, അത് എനിക്ക് നേരെ ആളുകൾ എന്നെ ആക്രമിച്ചാലും ഞാൻ ആരെങ്കിലും ആക്രമിച്ചാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയോ പറ്റിയില്ലയോ എന്നുള്ളതല്ല. 100 ദിവസം നിൽക്കണം. ഞാൻ ആരെയും തോൽപ്പിക്കാൻ പോയതല്ല, ഞാൻ ജയിക്കാൻ പോയതാണ്. ഞാൻ ജയിക്കുമ്പോൾ ചിലർ തോറ്റേക്കാം, അല്ലാതെ ആരെങ്കിലും തോൽപ്പിച്ചിട്ടേ ഞാൻ ജയിക്കൂ എന്നെനിക്ക് വാശിയില്ലായിരുന്നു. എനിക്ക് ജയിക്കണം, ജയിക്കുമ്പോൾ ആരെങ്കിലും തോറ്റു പൊക്കോട്ടെ, അതായിരുന്നു എൻ്റെ പോളിസി. ജയിച്ചതുമില്ല തോറ്റതുമില്ല, പെട്ടിയായിട്ടെങ്കിൽ വന്നതാ, പെട്ടിയും വെച്ചോണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ രഞ്ജിത്തേട്ടന് പിന്നാലെ ഒരുപാട് പേര് പോയി. RJ ബിൻസി, ഷാരിക, കലാഭവൻ, സരിക, ഇവരെ കുറിച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇവരൊക്കെ പോകേണ്ടവര് തന്നെയായിരുന്നു ഇത്രയും നേരത്തെ? അവര് പോകേണ്ടവരാണെന്നല്ലേ, ആരെങ്കിലും ഒക്കെ ഓരോ ആഴ്ചയിലും ഒക്കെ പോകണമായിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു, ആദ്യത്തെ ആഴ്ചയിൽ പോകേണ്ട ആള് ഞാനായിരുന്നില്ല. പോകണമായിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ, 2ാമത്തെ ആഴ്ചയിൽ ഒരു രണ്ടാമത്തെ ദിവസം നോ എവിക്ഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് കാണിച്ചു ലാൽ സാർ. അത് ആദ്യത്തെ ദിവസം കാണിച്ചാൽ ആദ്യത്തെ ആഴ്ചയിൽ അത് അവർക്ക് കാണിക്കാമായിരുന്നു. ആ കാർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് 2ാമത്തെ ആഴ്ച കിട്ടിയതുമായിരുന്നു. 2ാമത്തെ ആഴ്ച കിട്ടുമ്പോൾ അതിനകത്ത് എൻ്റെ പേഴ്സണൽ സ്റ്റോറി പറയാം, എനിക്കൊരു പെർഫോമൻസും ഉണ്ടായിരുന്നു. ആ 2 സ്പേസ് കൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. കാരണം അവിടെ വേറെ ആരും ഇന്റർഫിയർ ചെയ്യത്തില്ല. ആൾക്കൂട്ടത്തിൽ കിടന്ന് വെള്ളം വയ്ക്കലല്ല, എന്നെ മാത്രം വയ്ക്കുന്ന ക്യാമറയാണ്. അത് നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ വിഷമമായിട്ട് തോന്നുന്നത്. അത് നഷ്ടപ്പെട്ടു. ഞാൻ എന്തിനാ അവിടെ പോയി, ഞാൻ ആരാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. അതിനുശേഷം വന്ന ചില ഇന്റർവ്യൂകളിൽ ഇതുപോലെ വിൻഷയെ പോലെ ചോദിക്കുന്ന ചിലവരുടെ അടുത്ത് പറയുന്നതല്ലാതെ രഞ്ജിത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പൊ ഞാൻ എന്താണ്, എന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിന് മേളിൽ എന്റെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്നൊക്കെ പ്രേക്ഷകർ അറിഞ്ഞാലല്ലേ അവർക്ക് ഇഷ്ടപ്പെടുകയും എനിക്ക് വോട്ട് ചെയ്യാൻ ചെയ്യുള്ളൂ. അതിനൊരു അവസരം കിട്ടിയില്ല. ഈ ഒരാഴ്ചത്തെ എവിക്ഷൻ തന്നെ മാറ്റണം എന്നാ പലരും പറയുന്നത്. ഒരാഴ്ച വന്നപ്പോ ചില അങ്ങനെ അഭിപ്രായപ്പെട്ടു. അതെല്ലാം ഷോ, ഞാനത് പറഞ്ഞില്ല, അത് ഷോ അത് അവരും തീരുമാനിക്കേണ്ട, അവർക്ക് അതറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ വളരെ പോപ്പുലർ ആയിട്ട് തന്നെ, മലയാളത്തിൽ മാത്രമല്ല എത്ര ഭാഷകളിൽ പോകും. എത്ര വിമർശനം ഉണ്ടായാലും എല്ലാവരും അതിൽ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണാറില്ലെന്ന് പറഞ്ഞാൽ നല്ല അനുമോളെയാണ് ഇപ്പൊ എല്ലാവരും ഒറ്റപ്പെടുത്തി, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ്. കാണാറില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കാണാറില്ലെന്നല്ല, അങ്ങനെ ഒരു അനുമോളെ ഇഷ്ടമാണ്. അനുമോൾ ഇപ്പൊ ഒറ്റക്ക് നിക്കുവാണ്. കെട്ടിപ്പിടിച്ചായിരുന്നു അവിടെ കേറിയപ്പോ, രഞ്ജിത്തേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം കേറിയപ്പോ. കാരണം എന്റെ കൂടെ ഏറ്റവും അവസാനം എന്നോട്, അതായത് അവിടെ ഉള്ളവരിൽ
ഞങ്ങൾ രണ്ടുപേരാണ് അവസാനമായിട്ട് ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്, സൂസു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം കാണിച്ചു, ഞാൻ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് തന്നെ പോയത് ആദ്യം തന്നെ. പക്ഷേ എന്നിട്ട് എന്നെ ആദ്യം എവിക്റ്റ് ചെയ്തതും നോമിനേറ്റ് ചെയ്തതും, എവിക്റ്റ് ചെയ്തതല്ല, എന്നെ ആദ്യം നോമിനേറ്റ് ചെയ്തതും അനുമോളാണ്. പറഞ്ഞ കാരണമൊക്കെ ബാലിശമായ റീസണാണ്. അപ്പൊ പക്ഷെ അങ്ങനെയാണ് അനുമോളിന്റെ നേച്ചർ, അതാണ്. അല്ലാതെ ഈ അവിടുത്തെ ഗെയിം പ്ലാൻ ഒന്നും അല്ല. പിന്നെ ഇപ്പൊ വന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് വന്നിട്ട് നമ്മളൊരു ട്യൂൺ ആവുമല്ലോ, ആ ട്യൂണിലാണ് ഇപ്പൊ പോകുന്നത്. ആദ്യം അങ്ങനെയല്ല, ഇയാളുടെ നേച്ചർ അങ്ങനെയാണ്. അത് അല്പം പൊട്ടത്തരം ഒക്കെ കയ്യിലുണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ് പോയത്. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ തിരിച്ചടി കിട്ടി വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചില കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ വേറൊരു ട്രാക്കിലേക്കായി. ഇപ്പൊ ഒറ്റപ്പെടലായാലും ഇനി ഞാൻ ബോൾഡാണ്, ഇനി എൻ്റെ അടുത്ത് കളി നടക്കത്തില്ല എന്നുള്ള ലൈനിലേക്ക് അനു മാറി. കരച്ചിലൊക്കെ കുറെ മാറി. അനു ഇനി കുറച്ചുകൂടെ ബോൾഡാവും. ഞാൻ ആ ആദ്യം നിന്ന് സ്ട്രാറ്റജി അനുസരിച്ചാണ് ഞാൻ വിചാരിച്ച അനുമോൾ കുറച്ചാൾ കരഞ്ഞിട്ടൊക്കെ വീട്ടിൽ തിരിച്ചു വരുമെന്ന്. പക്ഷെ ഇപ്പൊ സ്ട്രോങ് ആയി, വളരെ സ്ട്രോങ് ആയി. ആദ്യമേ ഗെയിം തന്നെ മനസ്സിൽ വിചാരിച്ച് വന്നാന്ന് തോന്നുന്നു, പ്ലാനിങ്. അല്ല, അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ, ഒന്നാമത് അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഒന്നും അവിടെ നടക്കത്തില്ല. ആപ്പാടെ നടക്കുന്നത് എന്താണ്, ആദ്യം കാണുന്ന ആര് കണ്ടാലും ചാടി വീണുകൊള്ളുക, ഇന്നൊരു സാധനമേ ഉള്ളൂ. അത് ഈ പെൺകുട്ടികളൊന്നും അങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു പ്ലാൻ ഇടാൻ അവർക്ക് പറ്റില്ല. അത് അനീഷിനെ പോലെ ചിലർക്കേ അത് പറ്റുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ അനുവിൻ്റെ അടുത്തേക്ക് വന്ന് വീണു, അനു ചില പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞു. അങ്ങനെ വന്ന് വീണതിനകത്ത് നിന്നൊക്കെ കുറെ കാര്യങ്ങളിൽ ഡിഫെൻഡ് ചെയ്ത് ഇപ്പൊ അനു വേറൊരു ട്രാക്കിലേക്ക് എത്തി. അപ്പൊ ഇനി അതിന് ഇപ്പൊ നിൽക്കുന്നിടത്ത് അത് ഫോളോ ചെയ്ത് പോയാൽ മതി, ഇതിന് വീണ്ടും പഴയതിലേക്ക് പോകാതിരിക്കും. അതെ. പിന്നെ അതിൽ ഇപ്പം ഒരു നടൻ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, അപ്പാനി ശരത്തൊക്കെ ഇപ്പം അനുമോളുടെ ക്യാരക്ടറിനെ കുറിച്ച്, അഭിനയത്തെ കുറിച്ചൊക്കെ ഭയങ്കര കുറ്റപ്പെടുത്തിയിട്ടൊക്കെ, അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യം. ഒരു ആൾക്കാരുടെ ഒരു അഭിനയത്തെയൊക്കെ മോശപ്പെടുത്തി, അവരും ഒരു ആക്ടർ ആണല്ലോ, അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഒരു കൾച്ചറലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനെയൊക്കെ. കാരണം ഒരിക്കലും ഞാനൊന്നും അങ്ങനെ പറയില്ല. അനു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു നടിയാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഷാനവാസിന് കിട്ടിയിട്ടില്ല, ശരത്തിന് കിട്ടിയിട്ടില്ല, സരികയ്ക്ക് കിട്ടിയിട്ടില്ല. സരിക കിട്ടിയെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. സ്റ്റേറ്റ് അവാർഡ്, ഗവൺമെന്റിന്റെ ഒരു അവാർഡ് കിട്ടിയ, ഗവൺമെന്റ് ആദരിച്ച ഒരു അഭിനേത്രിയാണ് അനുമോള്. ഈ പറയുന്ന ആർക്കും ആ യോഗ്യതയില്ലേ പറയാൻ. അപ്പൊ മ്ലേച്ഛമായ ഇതാണല്ലോ ശരിക്കും പറഞ്ഞ അവരുടെ ഒരു ബേസിക് നേച്ചർ, അവിടെ അടിസ്ഥാന സ്വഭാവമല്ലേ പുറത്തു വരുന്നത്. ഇപ്പൊ മിസ്റ്റർ അക്ബർ എന്ന് പറയുന്ന ആളിനെ ഉമ്മ വിളിച്ചിട്ട് അവിടെ കൺഫെഷൻ റൂമിൽ ഇരുന്നുമ്പോൾ ഉമ്മയായിട്ട് സംസാരിച്ച്, വീട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെ വേറെ ആളാണല്ലോ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവ വീട്ടിലും അങ്ങനെ തന്നെ ഇരിക്കുന്നേ, അല്ലാതെ ഇവിടെ വരുമ്പോൾ മാറാനായിട്ട് എന്താണ്? ഇതിന്റെ ഒരു ബേസിക് നേച്ചറാണ് ഈ പുറത്ത് ചാടുന്നത്. അല്ലാതെ ചിലർ പറയത്തില്ല, ഞാൻ കള്ളു കുടിച്ചിട്ട് ചെയ്തു പോയതാ, സോറി, കള്ളിന്റെ കുഴപ്പമൊന്നുമല്ല, ഇവന്റെ കുഴപ്പം തന്നെ, ഇവൻ ഇങ്ങനെ തന്നെ. കള്ളിന്റെ പുറത്ത് അവര് അത് അതെ, ഇച്ചിരി കള്ളിനെ അങ്ങ് കുറ്റം അടിച്ചേൽപ്പിച്ചിട്ട് ഇവന് പറയാനുള്ളത് പറയുക, അല്ലെ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കുക. മദ്യത്തിന് ഒരു കുഴപ്പമില്ല, ആ മദ്യം തന്നെ വേറൊരാൾ കുടിച്ചാൽ അയാൾ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ അത് ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്ന സ്വഭാവം തന്നെ പുറത്ത് ചാടുന്ന. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് അവിടെ ബിഗ് ബോസ് ആണ്, അവിടെ കാശ് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണുന്നത്, എന്താ അനീഷ നീ ചരിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് അവനോട് ചീത്ത വിളിക്കാനൊന്നും എനിക്ക് പറ്റുമെന്നില്ല. അയാൾ എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ രഞ്ജിത്തേട്ടനോട് ചോദിക്കുകയാണ്, ആര് വിന്നറാവുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അത് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷെ അവിടെ ഒരു ഏറ്റവും ജെനുവിൻ പ്ലെയർ ആണെന്ന് തോന്നിയിട്ടുള്ള ആരാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഒന്ന് നോക്കുമ്പോൾ രഞ്ജിത്തേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പേര് ഗിസലിൻ്റെ പേരാണ്. എനിക്ക് ഗിസലിൻ്റെ പേരാണ് ഇപ്പോഴും പറയാൻ തോന്നുന്നത്. പിന്നെ ഷാനവാസ് ചില തന്ത്രങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളുമാണ്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് ആരുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു, അവിടെ അറ്റാച്ച്മെന്റ് ആരോടെങ്കിലും തോന്നിയിരുന്നോ? അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആരുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവരുമായിട്ട് ഹായ് പറയാനേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അങ്ങനെ മറ്റുള്ളവരെ വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. മറ്റുള്ളവരുടെ ലൈഫിൽ വളരെ കുറച്ച് പേരുടെ ലൈഫിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റിയിട്ടുള്ളൂ. അന്ന് പോകുന്ന സമയത്ത് നെവിനാണ് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര നെവിൻ അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരോടും അങ്ങനെ നടക്കുന്നത്. അല്ലാതെ അത് എന്നോടുള്ള സ്നേഹമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിപ്പോ എന്റെ സ്ഥാനത്ത് വേറെ ആര് പോയാലും അയാൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അത് അയാളുടെ ഒരു നേച്ചറായിട്ട് ഇങ്ങനെ അവിടുത്തെ ഒരു ചാടി നടക്കുക. ആരെയും എന്തും പറഞ്ഞിട്ട് കപ്പ് നേടാനുള്ള ഒരു ഷോ ആയിട്ട് ചിലപ്പോഴൊക്കെ അത് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ലോജിക്കും ഇല്ലാതെ ആൾക്കാരെ കുറ്റം പറയുക, അല്ലെങ്കിൽ വഴക്കിടുക, തെറി വിളിക്കുക. ശരിക്കും അങ്ങനെയാണല്ലേ അതിന്റെ ഒരു പോക്ക്? അല്ല, ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 10-17 പേരെ പല സംസ്കാരത്തിൽ വളർന്ന, പല വിദ്യാഭ്യാസം ഉള്ള, പല നിറങ്ങളുള്ള, പല
ജാതി മതസ്ഥരായിട്ടുള്ള വരെ ഒരു വീട്ടിൽ കൊണ്ട് ഒരുമിച്ച് താമസിപ്പിക്കുമ്പോൾ അവിടെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കാമെന്നേ. കാണുമ്പോൾ തെരുവിളി മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അതെ അതെ അതെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കാം. ഞാൻ അവിടെ പണിയായിട്ട് മാറിയിരുന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന അതെ ആളല്ലല്ലോ. അതെ നമുക്ക് ഇവിടുന്ന് ഒരു സിനിമ, ഒരു ത്രെഡ് സിനിമ കഥ നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു. നമ്മളതിനെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് സമാന ചിന്താഗതിയിലുള്ള ആരെങ്കിലും നമ്മുടെ ഇവിടെ കൂടട്ടെ. നമ്മൾ പോയി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു സിനിമ കഥയായിട്ട് പുറത്തിറങ്ങുന്നു. ഇപ്പം ഈ 1 മണിക്കൂർ ഷോയിൽ ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യണമെന്നും നമ്മൾ പറയത്തില്ല. നമുക്ക് ബാക്കി സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാവുന്ന അങ്ങനെ പോലും ഞങ്ങൾ പറഞ്ഞാണ്. മാത്രമല്ല, ഞങ്ങൾ എന്തെങ്കിലും ഡിബേറ്റ് സംഘടിപ്പിച്ചാൽ ഇത് ഗവൺമെൻറ് ഇപ്പം ട്രാഫിക് പരിഷ്കരണത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ ചേർന്നൊരു ചർച്ച ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഐഡിയ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ആശയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും. അങ്ങനെ അതും ഒരു കണ്ടന്റ് അല്ലേ, അതും ഒരു ക്വാളിറ്റി ഉള്ള കാര്യമല്ലേ. അങ്ങനെ സംഭവിച്ചുകൂടെ? അല്ലാതെ അതൊക്കെ എഡിറ്റ് ചെയ്ത് കളയുവാണ്. അതിനൊക്കെ ചീത്ത വിളിച്ച് നടക്കുന്നത് മാത്രമാണോ ബിഗ് ബോസ്? അല്ല, പല കാര്യങ്ങളും ഉണ്ട്. ലൈവിൽ അതൊക്കെ വരുന്നുണ്ടാവുക. ലൈവ് നമ്മൾ എല്ലാരും കാണാറില്ല. പുറത്തു വന്ന ആരോടെങ്കിലും സൗഹൃദം ആവണം തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല കമ്പനി ആയിട്ട് പുറത്തായാലും എനിക്ക് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാം? എനിക്കറിയില്ല. ഞാൻ ബിഗ് ബോസ് നിന്ന് പുറത്ത് വരുമ്പോൾ വേറെ ആര് എന്നെ അന്വേഷിച്ച് വന്നില്ലെങ്കിലും ആദിലയും നൂറേയും ചിലപ്പോൾ വരുമെന്ന് ഞാൻ കരുതുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ അവർക്ക് ഒരു നല്ല പേര് കൊടുത്തതും പൂമ്പാറ്റ എന്ന് പേര് കൊടുത്തതും പിന്നെ ഒരാളെന്നല്ല, ഞാൻ എല്ലാവരെയും കെയർ ചെയ്തേ നിന്നിട്ടുള്ളൂ. അത് എൻ്റെ ശത്രുവായിട്ട് എന്നെ ആക്രമിക്കാൻ വന്നവരെ പോലും ഞാൻ കെയർ ചെയ്തേ നിന്നിട്ടുള്ളൂ അവിടെ. അല്ലാതെ ആരെയും കെയർ ചെയ്യാതെ ഞാൻ മാത്രമാണ്, എനിക്ക് ചുറ്റും ആരും ഇല്ല എന്നുള്ള ചിന്തയിൽ പോയവരാണ് അവിടെ രാജാക്കന്മാരായിട്ടുള്ളത്. അതൊരു പക്ഷേ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ആയിരിക്കും എൻ്റെ പാളിച്ച. ആദിലും നൂറയും നല്ല ചേട്ടനോടായാലും നല്ല ഒരു കമ്പനി ആയിരുന്നു. അത് ചിലപ്പോൾ ഇനി പിന്നീട് ആദ്യത്തെ ആഴ്ചയിലത്തെ കാര്യമാണ്. 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ശത്രുക്കളായേക്കാം. ഓരോ പോക്കിൽ എന്താണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ കരുതുന്നത്